ഹലോ ഹായ് എല്ലാവർക്കും ലേനോയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഋതു കൃഷ്ണ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഡിസംബർ 1 തൊട്ട് 7 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ മാസത്തിലെ നവംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും രണ്ടാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും മൂന്നാമത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സും അവസാനത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. മന്ത്ലി കറണ്ട് അഫയേഴ്സും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ ഇനി ഡിസംബർ മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയർലി കറണ്ട് അഫയേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഡെയിലി കിട്ടുന്നുണ്ട്, വീക്ക്ലി കിട്ടുന്നുണ്ട്, മന്ത്ലി കിട്ടുന്നുണ്ട്, ഇയർലി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം അധികം കളയുന്നില്ല, വേഗം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: വിച്ച് സ്റ്റേറ്റ് ഈസ് ഗോയിങ് ടു ഹോസ്റ്റ് ദ പ്രസ്റ്റീജിയസ് KIYJ and KIPG in the year 2025. അതായത് KIYG എന്ന് പറയുമ്പോൾ എന്താണ്? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് അല്ലേ. KIPG പറയുമ്പോഴോ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. ഇപ്പോൾ 2025 നടക്കാൻ പോകുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിനും ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിനും വേദിയാകാൻ പോകുന്ന സംസ്ഥാനം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 2025 നടക്കാൻ പോകുന്നത് അല്ലേ. ഏതാണ്? The right answer is Bihar. Okay. Bihar is going to host the prestigious Khelo India Youth Games and Khelo India Para Games in the year 2025. ബീഹാർ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? പ്രാചീന കാലത്ത് മഗധ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ അല്ലെ. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ്. പ്രതിശീർഷ വരുമാനം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനമാണ്. സാക്ഷരതയും അവിടെ കുറവാണ്. ജനസാന്ദ്രത എന്നാൽ കൂടുതലാണ്. സാക്ഷരത കുറവും ജനസാന്ദ്രത കൂടിയതുമായിട്ടുള്ള സംസ്ഥാനമാണ് ബീഹാർ എന്ന് പറയുന്നത്. ജനസംഖ്യയിൽ 3-ാം സ്ഥാനത്താണ്. മൈഥിലി ഭാഷ പ്രചാരത്തിലുള്ള സംസ്ഥാനമാണ്. ബാലവേല തടയുന്നതിനായിട്ട് ചൈൽഡ് ലേബർ ട്രാക്കിംഗ് സിസ്റ്റം ആരംഭിച്ച സംസ്ഥാനമാണ് ഇത് ബീഹാർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് കൃഷി മന്ത്രിസഭ രൂപീകരിച്ച സംസ്ഥാനമാണ് ബീഹാർ. 2016 ഏപ്രിൽ 1 മുതൽ മദ്യനിരോധനം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനമാണ് ഏത്? ബീഹാർ. GST ബിൽ പാസാക്കിയ 2ാമത്തെ സംസ്ഥാനമാണ് ബീഹാർ. നിലവിൽ വന്നത് 1956 നവംബർ 1 തന്നെയാണ്. തലസ്ഥാനം പാറ്റ്നയാണ്. സംസ്ഥാന മൃഗം കാളയാണ്. സംസ്ഥാന പക്ഷി അങ്ങാടിക്കുരുവിയാണ്. സംസ്ഥാന പുഷ്പം കച്ച്നാർ. ഓക്കെ, ബീഹാറിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്ത്രീകൾക്ക് സർക്കാർ ജോലികളിൽ 35% സംവരണം ഏർപ്പെടുത്തിയ ഇന്ത്യൻ സംസ്ഥാനം അത് ബീഹാറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പിൽ വനിതകൾക്ക് 50% സംവരണം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനവും ബീഹാർ തന്നെയാണ്. അപ്പോൾ സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന ഒരു സംസ്ഥാനമാണ് ഇത് ബീഹാർ എന്ന് പറയുന്നത് അല്ലെ. ബീഹാറിലെ ഡിജിറ്റൽ സാക്ഷരത വളർച്ചയ്ക്ക് സർക്കാർ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട്. അത് ചോദിക്കാറുണ്ട്. ആ പദ്ധതിയുടെ പേരെന്താണ്? പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ എന്നാണ്. പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ എന്നാണ് ആ പദ്ധതിയുടെ പേര്. ബീഹാറിലെ ഡിജിറ്റൽ സാക്ഷരത വളർച്ചയ്ക്ക് സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ ഡിജിറ്റൽ സാക്ഷരതാ അഭിയാൻ. അടുത്ത ചോദ്യമാണ് 2ാമത്തെ ചോദ്യം. ഹു വിൽ ഹോസ്റ്റ് ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഗ്ലോബൽ കോൺഫറൻസ് ദിസ് ഇയർ? അപ്പോൾ വേദിയാകുന്ന ചോദ്യങ്ങളാണല്ലേ. ആദ്യത്തെ ചോദ്യം അത് തന്നെയായിരുന്നു. 2ാമത്തെ ചോദ്യം നോക്കിയേ. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഗ്ലോബൽ കോൺഫറൻസിന് വേദിയാകുന്നത് എവിടെയാണ്? ഈ വർഷം വേദിയാകുന്നത് 2025 വേദിയാകുന്നത് എവിടെയാണ്? ഇന്ത്യയിലാകുന്നത് കേട്ടോ. അപ്പം റൈറ്റ് ആൻസർ ഈസ് ഇന്ത്യ. ഇന്ത്യ വിൽ ഹോസ്റ്റ് ദ ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് ഗ്ലോബൽ കോൺഫറൻസ് ദിസ് ഇയർ. 3ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് സ്റ്റേറ്റ്സ് ടീം വോൺ ദ 14th ഹോക്കി ഇന്ത്യ സീനിയർ മെൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2024? വിച്ച് സ്റ്റേറ്റ്സ് ടീം വോൺ ദ 14th ഹോക്കി ഇന്ത്യ സീനിയർ മെൻ നാഷണൽ ചാമ്പ്യൻഷിപ്പ് 2024? The right answer is Odisha. Odisha won the 14th Hockey India Senior Men National Championship 2024. ഒഡീഷ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ആത്മാവാണല്ലേ. അപ്പൊ ഇന്ത്യയുടെ ഹൃദയം ഏതാണ്? മധ്യപ്രദേശാണ് കേട്ടോ. ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് ഒഡീഷ. പ്രാചീന കാലത്തൊക്കെ കലിംഗ, ഉത്കല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന സംസ്ഥാനമാണ്. വൈദ്യുതിയുടെ ഉൽപാദനവും വിതരണവും സ്വകാര്യവൽക്കരിച്ച ആദ്യ സംസ്ഥാനമാണ്. പ്രാവിനെ തപാൽ സംവിധാനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന സംസ്ഥാനമാണ്. മാംഗനീസ് ഉണ്ടല്ലോ, അത് ഏറ്റവും അധികം ഉൽപ്പാദിപ്പിച്ചിരുന്ന സംസ്ഥാനമാണ്. പിന്നെ ഇന്ത്യയുടെ ആത്മാവ് നമ്മൾ പറഞ്ഞല്ലോ, പ്രശസ്തമായ കലിംഗ യുദ്ധം. അതുകൊണ്ട് തന്നെ പ്രാചീന കാലത്ത് കലിംഗ എന്ന പേരുകൾ അറിയപ്പെടുന്നത്. പ്രശസ്തമായ കലിംഗ യുദ്ധം നടന്ന സംസ്ഥാനമാണ്. പിന്നെ എന്തൊക്കെയാണ് പറയുന്നത്? രൂപീകരിച്ച വർഷം 1986 നവംബർ 1 തന്നെയാണ്. തലസ്ഥാനം ഭുവനേശ്വരാണ്. ഓക്കെ, ഹൈക്കോടതി കട്ടക്. സംസ്ഥാന മൃഗം സംബാർ. സംസ്ഥാന പക്ഷി ഇന്ത്യൻ റോളർ. സംസ്ഥാന പുഷ്പം താമരയാണ്.
കന്നുകാലികൾക്കായി രക്തബാങ്ക് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ് ഒഡീഷ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സാനിറ്ററി നാപ്കിൻ നൽകുന്നതിനായി ഖുഷി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഒഡീഷ എന്ന് പറയുന്നത്. അപ്പോൾ കന്നുകാലികൾക്കായി രക്തബാങ്ക് നിലവിൽ വന്ന ആദ്യ സംസ്ഥാനമാണ്. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സാനിറ്ററി നാപ്കിൻ നൽകുന്നതിനായി ഖുഷി പദ്ധതി ആരംഭിച്ച സംസ്ഥാനവും ഏത് തന്നെയാണ്? ഒഡീഷ തന്നെയാണ്. അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം, ഹു വോൺ ദിസ് ഇയേഴ്സ് മിസ് യൂണിവേഴ്സ് ബ്യൂട്ടി ക്രൗൺ? അതായത് ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ കിരീടം നേടിയത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? വിക്ടോറിയ കെജർ. ഓക്കെ, ഡെൻമാർക്കിൽ നിന്നുള്ള വിക്ടോറിയ കെജർ ആണ് ഈ വർഷത്തെ മിസ് യൂണിവേഴ്സ് സൗന്ദര്യ കിരീടം സ്വന്തമാക്കിയത്. മെക്സിക്കോയിൽ നടന്ന സൗന്ദര്യ മത്സരത്തിൽ 120 രാജ്യങ്ങളിൽ നിന്നും സുന്ദരികളെ പിന്തള്ളിയാണ് വിക്ടോറിയ കിരീടം അണിഞ്ഞത്. മിസ് യൂണിവേഴ്സ് മത്സരത്തിന്റെ 73ാം പതിപ്പിനാണ് മെക്സിക്കോ സിറ്റി വേദിയായത്. ഡെൻമാർക്കിൽ നിന്നുള്ള ആദ്യത്തെ മിസ് യൂണിവേഴ്സ് ജേതാവാണ് ആര്? വിക്ടോറിയ കെജർ. ഓക്കെ, മിസ് നൈജീരിയ ചിഡിമ ആറ്റ്ഷിനാക്കാണ് 2ാം സ്ഥാനം. ആദ്യത്തെ രാജ്യമായ മെക്സിക്കോയുടെ മരിയ ഫെർണാണ്ടസ് 3ാം സ്ഥാനം നേടി. ഇന്ത്യയെ പ്രതിനിധീകരിച്ച മത്സരത്തിൽ പങ്കെടുത്ത റിയ സിൻഹ മികച്ച 30 പേരുടെ പട്ടികയിൽ ഇടം നേടി. ബാർബി ഡോളുമായുള്ള സദസ്യത്തിന്റെ പേരിൽ ഹ്യൂമൻ ബാർബി എന്ന് വിളിപ്പേരുള്ളയാളാണ് 21-കാരിയായ വിക്ടോറിയ കെജർ. നർത്തകിയാണ്, ഒരു സംരംഭകയാണ്, ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗിൽ ബിരുദധാരിയും കൂടിയാണ് ആര്? വിക്ടോറിയ കെജർ. അടുത്ത ചോദ്യം, 5ാമത്തെ ചോദ്യം, വെർ വാസ് ദ 19th G20 ലീഡേഴ്സ് സമ്മിറ്റ് ഹെൽഡ്? വെർ വാസ് ദ 19th G20 ലീഡേഴ്സ് സമ്മിറ്റ് ഹെൽഡ്? ഈ വർഷത്തെ G20 ഉച്ചകോടിക്ക് വേദിയായത് എവിടെയാണ് എന്നാണ് ചോദ്യം. എവിടെയാണ്? ദ റൈറ്റ് ആൻസർ ഈസ് ബ്രസീൽ. അല്ലെ, ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് ഈ വർഷത്തെ G20 ഉച്ചകോടിക്ക് വേദിയായത്. ആഗോള ഐക്യ നീക്കത്തിനായി ആഹ്വാനം ചെയ്ത G20 ഉച്ചകോടി പട്ടിണിക്കെതിരെ ഒറ്റക്കെട്ടായുള്ള പോരാട്ടം, കാലാവസ്ഥാ ഫണ്ടിംഗ് വർധന, ശതകോടീശ്വരന്മാർക്കുള്ള ആഗോള നികുതി, UN രക്ഷാസമിതിയുടെ വിപുലീകരണം എന്നിങ്ങനെ ലക്ഷ്യങ്ങളും ചൂണ്ടിക്കാട്ടി സംയുക്ത പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. ഉച്ചകോടിയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പങ്കെടുത്തത്. അടുത്ത ചോദ്യം, 6ാമത്തെ ചോദ്യം, ഹു വാസ് സ്വേൺ ഇൻ ആസ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ CAG കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? കെ സഞ്ജയ് മൂർത്തിയാണ്. അല്ലെ, കെ സഞ്ജയ് മൂർത്തി വാസ് സ്വേൺ ഇൻ ആസ് ദ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, CAG ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ പുതിയ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആയിട്ട് കെ സഞ്ജയ് മൂർത്തിയാണ് നിയമിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു, ഗിരീഷ് ചന്ദ്ര മുർമുവിന്റെ പിൻഗാമിയായിട്ടാണ് നിയമനം. ഹിമാചൽ പ്രദേശ് കേഡർ 1990 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ മൂർത്തി ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനവിനിയോഗം സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുക എന്നതാണ് പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന CAG-യുടെ പ്രധാന ചുമതല. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നാണ് എന്ത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത്. പൊതുഖജനാവിന്റെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്ന CAG-യുടെ പ്രധാന ചുമതല എന്താണ്? കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനവിനിയോഗം സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ റാങ്ക് ഓഫ് ഇന്ത്യ ഇൻ ദ സസ്റ്റൈനബിൾ ട്രേഡ് ഇൻഡെക്സ് 2024? 2024 സസ്റ്റൈനബിൾ ട്രേഡ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. 23 ആണ് കേട്ടോ. സോ 23rd is the rank of India in the Sustainable Trade Index 2024. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യം, ഹു ഈസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ശ്രീലങ്ക? ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായിട്ട് നിയമിതയായത് ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഹരിണി അമരസൂയ ഈസ് അപ്പോയിന്റഡ് ആസ് ദ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് ശ്രീലങ്ക. ശ്രീലങ്കയിൽ നടന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ NPP, അതായത് നാഷണൽ പീപ്പിൾസ് പവർ എന്നുള്ള പാർട്ടി വളരെ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ്. അല്ലേ, അപ്പൊ അങ്ങനെ പ്രസിഡന്റ് ആയിട്ട് അവിടെ ആരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്? ശ്രീലങ്കയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് അനുരാഗ് കുമാര ദിസനായകയുടെ നാഷണൽ പീപ്പിൾസ് പവർ 3/2 ഭൂരിപക്ഷവും നേടിയിരിക്കുകയാണ്. ശ്രീലങ്കയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഏതെങ്കിലും പാർട്ടിക്കോ സഖ്യത്തിനോ പാർലമെന്റിൽ 3/2 ഭൂരിപക്ഷവും ലഭിക്കുന്നത്. ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രി ആരാണെന്ന് പറഞ്ഞത്? ഹരിണി അമരസൂര്യ. പ്രസിഡന്റ് ദിസനായകയാണ് വീണ്ടും നിയമിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, 9ാമത്തെ ചോദ്യം, വിച്ച് മിനിസ്ട്രി റീസെന്റ് ലോഞ്ച്ഡ് ദ ഓപ്പറേഷൻ ദ്രോണഗിരി? വിച്ച് മിനിസ്ട്രി റീസെന്റ് ലോഞ്ച്ഡ് ദ ഓപ്പറേഷൻ ദ്രോണഗിരി? ദ റൈറ്റ് ആൻസർ ഈസ് മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി. മിനിസ്ട്രി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി റീസെന്റ് ലോഞ്ച്ഡ് ദ ഓപ്പറേഷൻ ദ്രോണഗിരി.
ഈ ഓപ്പറേഷൻ ദ്രോണഗിരി എന്നത് ഒരു ജിയോ സ്പെഷ്യൽ ടെക്നോളജിയും ഡ്രോണുകളും ഉപയോഗിച്ച് തീരുമാനമെടുക്കലും നവീകരണം മെച്ചപ്പെടുത്തുന്നതിനുമായിട്ടുള്ള ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒരു പൈലറ്റ് പ്രൊജക്റ്റാണ്. ഇത് ജിയോ സ്പെഷ്യൽ ടെക്നോളജി ജീവിത നിലവാരവും ബിസിനസ് പ്രക്രിയകളും എങ്ങനെ ഉയർത്തണം എന്ന് കാണിക്കാൻ അല്ലെങ്കിൽ അതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഇത് ഓപ്പറേഷൻ ദ്രോണഗിരി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, അവസാനത്തെ ചോദ്യം, 10ാമത്തെ ചോദ്യം. ഹു ഈസ് ദ യങ്ങസ്റ്റ് മെമ്പർ ഓഫ് ന്യൂസിലാൻഡ് പാർലമെന്റ്? അതായത് ന്യൂസിലാൻഡ് പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ആരാണ് എന്നാണ് ചോദ്യം. ആരാണ്? ഹന ക്ലാർക്ക് അല്ലെ. ഹന ക്ലാർക്ക് ഈസ് ദ യങ്ങസ്റ്റ് മെമ്പർ ഓഫ് ന്യൂസിലാൻഡ് പാർലമെന്റ്. അതായത് ന്യൂസിലാൻഡ് പാർലമെന്റിൽ ഇങ്ങനെ ഏറ്റവും യങ്ങസ്റ്റ് മെമ്പർ ഉണ്ട് എന്ന് ലോക ജനശ്രദ്ധ കിട്ടിയത് എങ്ങനെയാണ്? ഒരു പ്രതിഷേധത്തോടെയാണ് അല്ലെ. ന്യൂസിലാൻഡിലെ പാർലമെന്റിൽ മാവോറി ഗോത്രവർഗക്കാരുടെ അവകാശങ്ങൾക്കായി നടന്ന പ്രതിഷേധമാണ് ഹന ക്ലാർക്കിനെ ലോക ശ്രദ്ധയിൽ എത്തിച്ചത്. 22 വയസ്സ് മാത്രമാണ് കേട്ടോ പ്രായം എന്ന് പറയുന്നത് ഹനയുടെ. ന്യൂസിലാൻഡ് പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണല്ലോ. പാർലമെന്റിലെ ബിൽ കീറിയെറിഞ്ഞ് പരമ്പരാഗത മാവോറി ഗോത്ര നൃത്തമായിട്ടുള്ള ഹാക്ക അനുഷ്ഠിക്കുന്നതാണ് അടുത്തിടെ ലോകമാകെ കേട്ട വിശേഷം എന്ന് പറയുന്നത്. പാർലമെന്റിനെ അല്പം നേരത്തേക്ക് സ്തംഭിച്ച ഹന ന്യൂസിലാൻഡിലെ പ്രാചീന ഗോത്ര സംസ്കാരത്തിന്റെ പ്രതീകമായി ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. 22 വയസ്സ് മാത്രമാണ് പ്രായം. മാവോറി ഗോത്ര വംശജയാണ്. മാവോറി ഭാഷയുടെയും സംസ്കാരത്തിന്റെയും പതാകവാഹകയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നയാളാണ് ഹന. 2023 ഡിസംബറിൽ പാർലമെന്റിലെ തന്റെ ആദ്യ പ്രസംഗത്തിനിടെ ഹാക്ക അനുഷ്ഠിച്ച് ഹന ശ്രദ്ധ നേടിയിരുന്നു. 184 വർഷം പഴക്കമുള്ള വൈദാംഗി ഉടമ്പടിയിലെ ചില നിബന്ധനകളിൽ ഭേദഗതി വരുത്താനുള്ള ബില്ലാണ് ന്യൂസിലാൻഡ് പാർലമെന്റിൽ അവതരിപ്പിച്ചത്. എന്നാൽ ബില്ലിലെ മാറ്റം തങ്ങളുടെ പൂർവികർക്ക് ബ്രിട്ടൻ ഉറപ്പാക്കിയ അവകാശങ്ങളുടെ കടന്നുകയറ്റമാണെന്നാണ് മാവോറികളുടെ പക്ഷം. ജനിച്ച ഭൂമിയിലുള്ള തങ്ങളുടെ അവകാശം കവർന്നെടുക്കുമെന്ന മാവോറികൾ ആശങ്കപ്പെടുന്നു. ഈ നിയമ ഭേദഗതിക്കെതിരെ ന്യൂസിലൻഡിന്റെ വടക്കൻ മുനമ്പിൽ നിന്ന് തെക്കേ അറ്റത്തുള്ള തലസ്ഥാന നഗരമായ വെല്ലിംഗ്ടൺ വരെ പടുകൂറ്റൻ പ്രകടനം നടത്തിയിരുന്നു. 1000 കിലോമീറ്റർ ദൂരം 9 ദിവസം കൊണ്ട് പിന്നിട്ട പ്രകടനത്തിലും പാർലമെന്റിന് മുന്നിലെ പ്രതിഷേധത്തിനും 10,000ങ്ങളാണ് അവിടുന്ന് പങ്കെടുത്തത്. എന്തായിരുന്നു ഈ പാർലമെന്റ് ബിൽ? അതിലുള്ള ഭേദഗതി എന്തായിരുന്നു? അതിലുള്ള വിവാദങ്ങൾ എന്തൊക്കെയായിരുന്നു? നമുക്ക് നോക്കാം അല്ലെ. ന്യൂസിലൻഡിലെ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി 1840 ബ്രിട്ടീഷ് രാജകുടുംബം 500ഓളം മാവോറി ഗോത്ര തലവന്മാരുമായി വൈദാംഗി ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഇംഗ്ലീഷുകാർ എത്തും മുൻപ് 1000ലേറെ വർഷങ്ങൾ മാവോറികൾ ന്യൂസിലൻഡിലെ താമസമുണ്ടായിരുന്നു. ആധുനിക ന്യൂസിലൻഡിലെ സ്ഥാപക രേഖയായി കണക്കാക്കപ്പെടുന്ന ഈ ഉടമ്പടി ബ്രിട്ടീഷ് രീതിയിലും മാവോറി രീതിയിലും ഭരണം നടത്തേണ്ടത് എങ്ങനെയാണെന്നാണ് വിവരിക്കുന്നത്. ഭരണാധികാരിയും ബ്രിട്ടന് കൈമാറുന്നതിന് പകരമായി തങ്ങളുടെ ഭൂമിയിലുള്ള ആചാരങ്ങളിലുള്ള നിയന്ത്രണം മാവോറികൾക്ക് അനുവദിക്കണമെന്നായിരുന്നു ആ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീടുള്ള വർഷങ്ങളിൽ ബ്രിട്ടൻ ഈ വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയും മാവോറികളുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു. മാവോറികൾക്കുള്ള പ്രത്യേക അവകാശങ്ങൾ എടുത്തു കളഞ്ഞ് എല്ലാ ന്യൂസിലൻഡുകാർക്കും തുല്യനീതി എന്ന മുദ്രാവാക്യമാണ് പുതിയ ബില്ലിലെ ഭേദഗതികളിലൂടെ ഭരണമുന്നണി മുന്നോട്ട് വെച്ചത്. ഇതാണ് അവിടുത്തെ പ്രതിഷേധങ്ങൾക്ക് കാരണമായത്. ന്യൂസിലൻഡിലെ ആദിമ നിവാസികളാണ് മാവോറികൾ എന്ന് പറയുന്നത്. വടക്കൻ ന്യൂസിലൻഡിലാണ് കൂടുതലായി ഇവരുള്ളത്. 2023 സെൻസസ് പ്രകാരം ന്യൂസിലൻഡിൽ 9 ലക്ഷം മാവോറികളാണുള്ളത്. ഇത് ന്യൂസിലൻഡിലെ ആകെ ജനസംഖ്യയുടെ 17.3% വരും. 1.5 ലക്ഷത്തിലേറെ മാവോറികൾ ഓസ്ട്രേലിയയിലും താമസമുണ്ട്. ഹാക്ക എന്ന യുദ്ധകാഹളവും മുഖത്ത് വരയ്ക്കുന്ന ടാറ്റുവുമാണ് മാവോറികളുടെ സവിശേഷ ഗോത്ര ചിഹ്നങ്ങൾ. 1/5 മാവോറികളും മാതൃഭാഷയായ മാവോറി സംസാരിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ എന്താണ് പറഞ്ഞു വന്നത്? ന്യൂസിലൻഡിലെ പാർലമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമാണ് ഹന ക്ലാർക്ക് എന്ന് പറയുന്നത്. ഹന ക്ലാർക്ക് 22 വയസ്സ് മാത്രമാണ് പ്രായം. മാവോറി ഗോത്ര വംശജയാണ്. പാർലമെന്റിൽ ബിൽ കീറിയെറിഞ്ഞ് പരമ്പരാഗത മാവോറി ഗോത്ര നൃത്തമായിട്ടുള്ള ഹാക്ക അനുഷ്ഠിച്ചിട്ടാണ് അടുത്തിടെ ലോക ശ്രദ്ധ നേടിയത് അല്ലെ. ഓക്കെ, അപ്പം നമ്മൾ ഡിസംബർ മാസത്തിലെ ആദ്യത്തെ ആഴ്ചയിൽ, അതായത് ഡിസംബർ 1 തൊട്ട് 7 വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ത്യ ഇനി ഹൈപ്പർസോണിക് രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ നവംബർ 17 വിജയകരമായിട്ട് പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ ഇന്ത്യ. US, റഷ്യ, ചൈന എന്നിവയാണ് ഈ സാങ്കേതിക വിദ്യയുടെ മറ്റ് രാജ്യങ്ങൾ. US, റഷ്യ, ചൈന. അപ്പോൾ 4ാമത്തെ രാജ്യമായിട്ട് ആര് മാറി? ഇന്ത്യ മാറിയിരിക്കുകയാണ് അല്ലെ. പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള DRDOയുടെ മേൽനോട്ടത്തിൽ പൂർണ്ണമായും തദ്ദേശീയമായിട്ടാണ് മിസൈൽ വികസിപ്പിച്ചത്. ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിലെ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം. അപ്പോൾ ശബ്ദത്തിന്റെ 5 ഇരട്ടി വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ
ഇന്ത്യ വിജയകരമായിട്ട് പരീക്ഷിച്ചു. ഈ നേട്ടം കൈവരിക്കുന്ന ലോകത്തെ 4ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറിയിരിക്കുകയാണ്. ബാക്കി 3 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? US, റഷ്യ, ചൈന. എവിടെ വെച്ചിട്ടായിരുന്നു? ഏത് റേഞ്ചിൽ വെച്ചിട്ടായിരുന്നു ഈ പരീക്ഷണം എന്ന് പറയുന്നത്? എവിടെ വെച്ചിട്ടായിരുന്നു? ഒഡീഷ തീരത്തുള്ള ഡോക്ടർ APJ അബ്ദുൽ കലാം ദ്വീപിലെ ഇൻ്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിലായിരുന്നു പരീക്ഷണം. ഓക്കെ, അപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ഓപ്പറേഷൻ ദ്രോണഗിരി എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് എവിടെയാണ് നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. ഖേലോ ഇന്ത്യ പാരാ ഗെയിംസും എവിടെ നടക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. സസ്റ്റൈനബിൾ ട്രേഡ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണെന്ന് പറഞ്ഞു. എത്രയാണ്? 23rd ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങളൊരു ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.